അല്ല ദൃശ്യവും ചെറിയ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ ദൃശ്യവും ഇപ്പൊ 2 ദൃശ്യവും തീർന്ന് 45-46 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അതൊരു ശരിക്കും ഒരു ഫാമിലിയുടെ കഥയല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒരു സ്കെയില് ഇതില് അല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ട് 3-4 വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനത്തെ ഒരു സബ്ജക്ട് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ കുറെ പ്രൊജക്ടുകൾ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എൻ്റെ പിള്ളേർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും 2 പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിന്റെ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഞാനല്ല എഴുതുന്നത്. അപ്പം ഇതിങ്ങനത്തെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്ട് എടുത്ത് ഞാൻ ഇത്രയും ഇതിന്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റിലേക്ക് ചാടേണ്ടി വരും. അപ്പൊ പിന്നെ 2 കൊല്ലം മാറും. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പം അതാണ് എന്റെ സിറ്റുവേഷൻ. അപ്പൊ പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയാമല്ലോ, ഞാനൊരു എന്നെ ഡയറക്ടറോ റൈറ്ററോ ഒന്നും വിളിക്കുന്നത്, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. എനിക്ക് ഇങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചോദിച്ച കഥകൾ, അതാ ഞാൻ പറഞ്ഞ പിള്ളേരുടെ സിനിമ പറയുന്നത് ഞാൻ പറയില്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണത്. അതിലാണ് എന്റെ കിക്ക്, എന്റെ സന്തോഷം.